തരമാറ്റിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അനിയാണെങ്കിൽ നന്ദുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. നന്ദു, ഈ വിവാഹ നിശ്ചയം മുടക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എടാ നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് നന്ദു നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ നന്ദു പറയുന്നു, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് എന്ന് പറയുന്നു. അനാമികയ്ക്കും അവളുടെ അച്ഛൻ വേണുവിനും കുറച്ച് പണം കൊടുത്താൽ അവർ വന്ന് ഈ വിവാഹ നിശ്ചയം മുടക്കിക്കോളും. നീ മുൻകൈ എടുക്കണ്ട, നമുക്ക് വേറെ ആരെയെങ്കിലും വെച്ച് ചെയ്യിക്കാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ അനാമികയും അച്ഛനും അങ്ങനെ അവരുടെ വലയിൽ കുടുങ്ങുന്നുണ്ട്, വീഴുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും സാധിക്കും. അങ്ങനെ അവരാണെങ്കിൽ വന്നെത്തുകയാണ് പ്രേക്ഷകരെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. വിവാഹ നിശ്ചയം നടക്കരുത്, വിവാഹ നിശ്ചയം മുടക്കണം, തൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ വേറൊരു പെണ്ണിനെ ചതിക്കാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല, അവനൊരു വൃത്തികെട്ടവനാണ് എന്ന തരത്തിലൊക്കെ പരാതി കൊടുക്കുമ്പോൾ നന്ദു ആ പരാതി സ്വീകരിക്കുകയാണ്. ഇവിടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ വരുന്ന ദിവസം തന്നെ വിവാഹ നിശ്ചയവും കാര്യങ്ങളൊക്കെ നടത്തണം. അതിനുവേണ്ടി ആദർശയെ നീ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്താൻ പറ്റുമോ ആ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം ആദർശ് പറയുന്നുണ്ട്, ശരി മുത്തശ്ശ, ഞാൻ എല്ലാ ഒരുക്കവും ഏതാണ്ട് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാത്തിനും ഞാൻ റെഡിയാണ് എന്ന് പറയുന്നു. അനിയുടെ സമ്മതം, അവൻ ഇച്ചിരി ഒഴിവ് പറഞ്ഞ് നിൽക്കുകയാണല്ലോ, അതുമാത്രമാണ് തന്നെ വിഷമിപ്പിക്കുന്നത് എന്ന് ആദർശ് പറയുമ്പോൾ നീ അതൊന്നും നോക്കേണ്ട, അവൻ ഈ ജീവിതത്തോട് ശരിയായിക്കോളും. എന്നെ കണ്ട് ഞാൻ വിചാരിക്കുന്നത് അവന്തിക മോള് എനിക്ക് നല്ല ചേർച്ച തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി ആലോചിക്കണോ, വീണ്ടും അനിയുടെ ജീവിതം നമ്മൾ ഇരുട്ടിലാഴ്ത്തണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും ചിന്തിക്കൊന്നും വേണ്ട ഇതിനെക്കുറിച്ച്, അനി ഇപ്പോൾ കാണിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറയുന്നു. കൂടാതെ അനിയെ വിളിച്ച് ആദർശും മുത്തശ്ശനൊക്കെ കൂടി ചേർന്ന് സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നു. എടാ അനി, നിനക്ക് നല്ലൊരു ബന്ധുവാണ് കിട്ടിയിരിക്കുന്നത്. അവന്തിക മോളെ നമുക്കറിയാവുന്നതല്ലേ, അവൾ നല്ലൊരു സ്വഭാവമുള്ളവളാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഈ വിവാഹം സമ്മതിച്ചൂടെ, ഈ വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നമ്മുടെ അനി പറയുന്നുണ്ട്, മുത്തശ്ശ, എനിക്ക് അവളെ ഒരിക്കലും എൻ്റെ ഭാര്യയായി കാണാൻ സാധിക്കില്ല, അവളെൻ്റെ സഹോദരി മാത്രമാണ്. അത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എന്താണത് മനസ്സിലാക്കാത്തത്? മുത്തശ്ശൻ വാക്ക് കൊടുത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്, എന്നോട് ചോദിക്കാതെ എന്തിനാണ് മുത്തശ്ശ വാക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ ആകെ സങ്കടത്തിലാഴ്ത്തുന്നുണ്ട്. ഇതേ സമയം ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശനോട് നീ ഇങ്ങനത്തെ ചോദ്യങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും സംസാരിക്കാനായിട്ട് പാടില്ല, മുത്തശ്ശൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാൻ പാടില്ല, അത് ഞാൻ അനുവദിച്ച് തരില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അതുകൊണ്ടല്ലേ ഏട്ടാ എനിക്ക് വിവാഹ ജീവിതത്തിന് താല്പര്യമില്ല, ഈ ജീവിതവും കൂടി തകർന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ തരിപ്പണമായി പോകുമെന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ലടാ, നിൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഈ മുത്തശ്ശൻ അടിവരയിട്ട് പറയുകയാണ് എന്ന് പറയുന്നു. ഒടുവിൽ ഈ മുത്തശ്ശന് വേണ്ടി നീ ഇത് ചെയ്യില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു. ഒടുവിൽ നമ്മുടെ അനി വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് സാധിക്കുന്നുണ്ട്. അതിനിടയിലേക്ക് നമ്മുടെ വേണുവും അനാമികയും കടന്നു വരികയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ആദർശ് നയനയുമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ്റെ വാക്ക് ലംഘിക്കുന്നതിൽ നയനയ്ക്കും വലിയ വിഷമമുണ്ട്, സങ്കടമുണ്ട് എന്ന് കാണാൻ സാധിക്കും. നയനയും അത് എടുത്തു പറയുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം ആദർശ് നയനയുടെ വാക്ക് കേൾക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അനിയുടെ ഈ കാര്യത്തിൽ അധികം ഇടപെടാനായിട്ട് ആദർശ് നിൽക്കുന്നില്ല എന്നും കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.